ഹായ് ഫ്രണ്ട്സ്, ആരാമം ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ അല്ല കേട്ടോ. ഒരു ഫെലനോപ്സിസിൻ്റെ പ്ലാന്റിൻ്റെ റീപോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കുറേ പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഇത് ഒരു ടൈപ്പ് അസുഖമാണ്. ഇതേപോലെ ചീച്ചിലല്ല സംഭവം വന്നേക്കുന്ന, ചീച്ചിലായിട്ടല്ല വന്നേക്കുന്നത്, ഒരു ചീച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ലീഫ് മഞ്ഞിച്ച് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് തന്നെ മാക്സിമം ഇതിന് വളം എന്താ പറയുക, ലീഫെല്ലാം കട്ട് ചെയ്ത് ഇതിന് റീപോർട്ട് ചെയ്യണം. ഇത് വേറെ ഒന്നും പ്രശ്നമല്ല, ഇത് ഞാൻ ഈ പോട്ടിൽ വെച്ചിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ ഇതിനകത്ത് ഇനി വളരാൻ സ്ഥലമില്ല. അപ്പോൾ ഞാനത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പ്ലാന്റ്സിന് ഒരു 2-3 ആഴ്ചയായിട്ട് കുറച്ച് ശ്രദ്ധ കുറവാണ്. കാരണം കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഒന്ന് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണിച്ചത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ. സാഫിലൊക്കെ മുക്കി ഒന്ന് ഓക്കെ ആക്കി എടുത്താൽ 2-3 സ്പൈക്കൊക്കെ വന്ന അറ്റ് എ ടൈം വരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിനെ പെട്ടെന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ വളങ്ങളൊക്കെ കൊടുത്താലും ചിലപ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റ്സിൽ കാണിക്കും കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് കണ്ടല്ലോ, ഇതിൻ്റെ റൂട്ട്സ് എല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിനകത്ത് അധികം വെള്ളവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നില്ല. ഒരു പോട്ട് ഞാൻ വേറൊരു പോട്ടിലോട്ട് പിന്നെ മാറ്റാമെന്ന് വിചാരിച്ച് വച്ചിരുന്ന പ്ലാന്റാണ്. അതിൻ്റെ ലീഫൊക്കെ മഞ്ഞിച്ച് തുടങ്ങി. വലിയ സ്പൈക്ക്, നല്ല മഞ്ഞ ഒരു യെല്ലോ കളർ ഫ്ലവർ വരുന്ന ഒരു നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കതിനെ റീപോർട്ട് ചെയ്ത് കൊടുത്താലേ ഇനി ഇതിന് വളരാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കണമെങ്കിലും നമ്മൾ ഈ പ്ലാന്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടില്ലേ, ഫുള്ള് റൂട്ടെല്ലാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കതിനെ രക്ഷിച്ച് ഒരു എന്താ പറയുക, പുതിയ ചട്ടിയിലോട്ടൊക്കെ ആക്കി ഉഷാറാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ കുറച്ച് ചകിരിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ആകെ മോശമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി നല്ല റൂട്ട്സ് ഉള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം തട്ടിക്കുടഞ്ഞ് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഈ പ്ലാന്റിൻ്റെ. എന്നിട്ട് ഈ ലീഫെല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതിപ്പോൾ നമ്മൾ എടുത്തപ്പോഴത്തേക്ക് ഇതിനകത്തൊരു കടന്നൽ കോടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പെട്ടെന്ന് കടി കൊള്ളാതിരിക്കടുത്ത് താഴെ ഇട്ടതാണ്. അപ്പോൾ അതിനകത്ത് കാണിച്ചു തരാം ഞാൻ. കണ്ടോ, ഇതൊരു കടന്നൽ കൂടാണ്, നല്ല ഒരു കടന്നൽ കൂടായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാത്തിനും ഞാൻ പറത്തി വിട്ടിട്ട് അതിൻ്റെ മുട്ടയുള്ള കൂടാണ്. അപ്പോൾ അതിനെ അത് പതുക്കെ കട്ട് ചെയ്ത് മാറ്റി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി റൂട്ട്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള കുറച്ച് റൂട്ട്സ് മാത്രം, ഫ്രഷ് റൂട്ട്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം ഉണങ്ങിയ റൂട്ട്സും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, അങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് റൂട്ട്സ് മാത്രമേ പച്ചപ്പുള്ളൂ അതിനകത്ത്. അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. നന്നായിട്ട് പഴയ റൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കണ്ടോ, ഇതിൻ്റെ പഴയ ലീഫുകൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം ബാക്കി എല്ലാ റൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കുറേ റൂട്ട്സ് ഉണ്ടായിരുന്നു, എല്ലാം കളഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ചെയ്യേണ്ടത് സാഫ് കലക്ക, ഒരു 3 ഗ്രാം, ഒരു 2 ഗ്രാം 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ പ്ലാന്റ് കഴുകുക. ആ റൂട്ടും പ്ലാന്റും എല്ലാം കുറച്ചൊരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കുക. അതേപോലെ തന്നെ ആ പ്ലാന്റ് മുക്കി വെച്ച സെയിം സാഫിൽ തന്നെ നമ്മുടെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ എടുത്ത കരിയുണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് ഇട്ട് കഴുകി ഒരു 10-15 മിനിറ്റ് ഇടുക. എന്നിട്ട് കുറച്ച് നേരം വച്ചേക്കുക. ആ കരിയിൽ സാഫിൽ തന്നെ ഇടുക കേട്ടോ. സാഫ് യൂസ് ചെയ്യുമ്പം ഗ്ലൗസ് യൂസ് ചെയ്യുന്നതിനും നല്ലത്. അന്ന് എനിക്ക് ഇത് കിട്ടിയില്ല, പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ഗ്ലൗസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങ് ഇളക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇനി നമുക്കത് പോട്ട് ചെയ്യാം. പോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ സാഫിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ച കരി എടുത്തിട്ട് ആദ്യം ഈ റൗണ്ട് പോട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ലെയറായിട്ട് നമ്മൾ ഈ സാഫിൽ കഴുകി ഇട്ട് വെച്ചേക്കുന്ന കരിനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക്, ഫെലനോപ്സിസ് എപ്പോഴും പ്ലാന്റ് ചെയ്യുമ്പോൾ ഒന്ന് ചരിച്ച് വെച്ചിട്ട് തന്നെ പ്ലാന്റ് ചെയ്യണം കേട്ടോ. അതിനകത്ത് കാണിച്ചു തരാം. ഈ പ്ലാന്റ് വെച്ച് നോക്കുക, എങ്ങോട്ടാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ചരിച്ച് വയ്ക്കുക. എന്നിട്ട് റൂട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വച്ചതിന് ശേഷം നമ്മുടെ സ്പൈക്കൊക്കെ നേരെ നിൽക്കത്തക്ക രീതിയിലൊന്ന് വയ്ക്കുക. അതിനുശേഷം ബാക്കി കരിയും കൂടെ ഇട്ട് നമുക്ക് ഇളകി പോകാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ഒരാഴ്ച കൊണ്ട് നമുക്ക് പുതിയ റൂട്ട് വരാൻ തുടങ്ങും. എന്നാലൊരു ആ സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഇളകി പോകാത്ത രീതിയിൽ ഒന്ന് സൈഡിൽ കൂടെ ഒക്കെ ഇട്ട് കരിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ.
അങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഇട്ട് നമ്മൾ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളമൊക്കെ ഒഴിച്ചാലും കുഴപ്പമില്ല. സൈഡിൽ കൂടെ ഒക്കെ ഞാൻ റൂട്ടൊക്കെ പുറത്തൂടൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പ്ലാന്റ് എപ്പോഴും ഞാൻ സൈഡ് ചരിച്ച് വെച്ചേക്കുന്നുണ്ടോ, അത് വന്നിട്ട് വെള്ളമൊക്കെ അവിടെ ആ കോമ്പ് ഭാഗത്ത് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചരിച്ച് വെക്കുന്നത് കേട്ടോ. അതാണ് നല്ല ഒരു മെത്തേഡ് അതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ റൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സാഫ് കുറച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു ചെറിയ ബ്രഷ് കൊണ്ടിട്ട് ആ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്തെല്ലാം, പിന്നെ ലീഫ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പേസ്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്ലസ് നമ്മൾ സ്പൈക്കും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പഴയ സ്പൈക്കിൻ്റെ ഭാഗവും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കട്ട് ചെയ്ത ഭാഗത്തും ഈ സാഫ് പേസ്റ്റ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ഫംഗൽ ഇൻഫെക്ഷനൊന്നും വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം അതുവഴി നമ്മുടെ ചെടികൾക്ക് ഒരു ഇൻഫെക്ഷനും വരാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ച് എവിടെയൊക്കെയാണോ കട്ടായി പോയിരിക്കുന്നത് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ടാക്മൈസിൻ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ടാക്മൈസിൻ. ആ ടാക്മൈസിൻ നമ്മൾ ചെടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ 1 നുള്ള് എന്നുള്ള രീതിയിൽ നമ്മൾ ടാക്മൈസിൻ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഈ പ്ലാന്റൊക്കെ പോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് പ്ലാന്റ് ഫുള്ളായിട്ട് നനച്ചു കൊടുക്കുക. കാരണം എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. മഞ്ഞപ്പം ഇനി കൂടുമോ എന്നും അറിയില്ല. അപ്പോൾ നമ്മളൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ പ്ലാന്റിൽ നന്നായിട്ട് ഒന്ന് ടാക്മൈസിനും കൂടെ ഒരു പിഞ്ച് 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് പ്ലാന്റിൽ എല്ലാത്തിനും നല്ലപോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ പ്ലാന്റ് തൂക്കിയിടുന്നത് അവിടെ തൂക്കിയിടുക. വെയിൽ കൊള്ളരുത്. ഫെലനോപ്സിസിന് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫെലനോപ്സിസിന് 30% വെട്ടം മാത്രം, വെളിച്ചം മാത്രമേ ആവശ്യമുള്ളൂ, വെയിൽ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗത്തായിട്ട് തൂക്കിയിടുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇത് ചെയ്ത് വെച്ചത് ഒരു 3 ആഴ്ച മുന്നെയാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 ആഴ്ച മുന്നേ നമ്മൾ പോട്ട് ചെയ്തതിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേഷനാണ് ഈ കാണിക്കുന്നത്. അത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയ റൂട്ട് വന്നിട്ടുണ്ട്, 2 റൂട്ട് പുതിയ വന്നിട്ട് അടിയിലൊരു റൂട്ടും കൂടെ ഉണ്ട് കേട്ടോ. അത് ഇതിനകത്ത് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല സ്പൈക്ക് നോക്കുകയാണെങ്കിൽ സ്പൈക്കിൻ്റെ അവിടെ നിന്ന് പുതിയ സ്പൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ആഴ്ച കൊണ്ടാണ് നമുക്ക് ഈ ഗ്രോത്ത് വന്നേക്കുന്നത്. നമ്മളത് വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ചെടി അപ്പാടെ തന്നെ നശിച്ചു പോകാൻ ചാൻസ് കൂടുതലുള്ളതായിരുന്നു. കാരണം ഫെലനോപ്സിസിൽ നമുക്ക് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്ത് നോക്കണം. ട്രീറ്റ് ചെയ്ത് പെട്ടെന്ന് രക്ഷിക്കാൻ നോക്കണം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ്സിനൊക്കെ എപ്പോഴും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്ന ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നത് നമുക്ക് വിഷമമുള്ള കാര്യമില്ലേ. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ആ പ്ലാനിൻ്റെ വീഡിയോ ഉൾപ്പെടെ നിങ്ങളൊന്ന് വീഡിയോ അയയ്ക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതൊക്കെ മാക്സിമം ഫെലനോപ്സ് വളർത്തുന്നവർ മാക്സിമം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ചെടിക്ക് കറക്റ്റായിട്ട് വളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇപ്പം 30-10-10 13-27 പിന്നെ അല്ലാതെ ഉള്ള അങ്ങനത്തെ ഉള്ള വളങ്ങൾ, നല്ല വളങ്ങൾ നമ്മൾ ആഴ്ചയിൽ മിനിമം ഒരു പ്രാവശ്യം നമ്മൾ കൊടുക്കണം. 2 പ്രാവശ്യമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ അതൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് ചെടികൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫെലനോപ്സിസ് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നല്ലൊരു കളക്ഷൻ നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ. അത് പെട്ടെന്ന് പൂ കാണണമെന്നുള്ളവർക്ക് മെച്ചൂർ പ്ലാന്റ്സും നമുക്കുണ്ട്. ആ മെച്ചൂർ പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ നെക്സ്റ്റ് സീസൺ ജൂൺ ജൂലൈ ആകുമ്പോൾ ഉറപ്പായിട്ടും ബഡ് വരാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്പം മീഡിയം സൈസ് പ്ലാന്റ്സ് ആണെങ്കിലും നിങ്ങളിപ്പം വച്ച് അതിന് കറക്റ്റ് പരിചരണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് എന്താ പറയുക, നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെയാണ് നമുക്ക് ഫെലനോപ്സിൽ നന്നായിട്ട് ബഡ് കിട്ടുന്നത്. അപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ബഡ് വരാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ മീഡിയം സൈസ് പ്ലാന്റ്സും. മെച്ചൂർ പ്ലാന്റ്സ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബഡ് വരാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാറ്റലോഗും എല്ലാം അയച്ചു തരാം കേട്ടോ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചാൽ മതി. ഞാൻ എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് വാട്സാപ്പിൽ അയക്കുവാണെങ്കിൽ ഞാൻ ഹെൽപ്പ് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ റെഡിയാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ചെടി ഒരു കാരണവശാലും നശിച്ചു പോകാണ്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പം നമ്മുടെ ഇന്നത്തെ ഫെലനോപ്സിസിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിനകത്തായിരിക്കും ഇടുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് നിങ്ങളുടെ പൂക്കളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ഒരു തിരഞ്ഞെടുപ്പിലൂടെ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എന്താ പറയുക, കമൻറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു വീഡിയോ കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കും അത് നോക്കുന്നത്. അത് ആദ്യമേ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു നല്ലൊരു സെയിൽ വീഡിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.